ഒരുപാട് നാളുകൾക്ക് ശേഷം കുടുംബത്തിൽ തന്നെ ഒരു കല്യാണം നടന്നതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ. നാട്ടിലിങ്ങനെ ഒരു കല്യാണം കൂടാൻ ഒരുപാട് നാൾ കൊതിച്ചിരുന്നതാണ് കേട്ടോ. ഒരു വിശേഷങ്ങൾക്ക് ഞങ്ങൾക്ക് നാട്ടിലുണ്ടാവാൻ പറ്റാറില്ല. ഇത്തവണ എന്തായാലും വെക്കേഷൻ ആയതുകൊണ്ട് വീട്ടിൽ തന്നെയുള്ളൊരു കല്യാണം അടിച്ച് പൊളിച്ച് ഞങ്ങളങ്ങ് ആഘോഷിച്ചു കേട്ടോ. എന്തായാലും ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും എടുക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് വീഡിയോ ക്ലിപ്സൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ട് ഇത്തിരി വിശേഷമാണ് കേട്ടോ. അപ്പോൾ ആദ്യം കാണിച്ച വീഡിയോ ക്ലിപ്സ് തലേ ദിവസം ഹൽദി ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വീഡിയോ ക്ലിപ്സൊക്കെ കിട്ടിയതൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ചെക്കനും പെണ്ണൊക്കെ ചെക്കനും വീട്ടുകാരൊക്കെ ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ ആദ്യം തന്നെ ചെക്കനും കുറച്ച് പേരൊക്കെ ആണല്ലോ പോകാറ്. അപ്പോൾ നാട്ടിൽ ഇതുപോലൊരു കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വർഷത്തിന് ശേഷമാണ് കേട്ടോ. ഓഡിറ്റോറിയത്തിലൊക്കെയാണല്ലോ. ഇതിപ്പം കല്യാണം അമ്പലത്തിൽ വെച്ചിട്ടാണ്. പെണ്ണിൻ്റെ വീട്ടുകാർക്ക് നേർച്ചയുണ്ടായിരുന്നു കേട്ടോ, അമ്പലത്തിൽ വെച്ചിട്ടാണെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകിട്ട് ഞങ്ങൾ ഇവിടെ റിസപ്ഷനാണ് കേട്ടോ ഗ്രാൻഡായിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവരും അമ്പലത്തിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ബന്ധുക്കളൊക്കെ എല്ലാവരും പോയി കഴിഞ്ഞു. ഞാനും ഏടത്തിയമ്മയും കുറച്ച് പേര് മാത്രമേ ബാക്കിയുള്ളൂ. ചെക്കൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള ബന്ധുക്കളും എല്ലാവരും വന്നവരൊക്കെ പോയി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനും ഏടത്തിയമ്മയും എൻ്റെ ഹസ്ബൻഡും പിന്നെ ഇതേ ഏട്ടനും അങ്ങനെ കുറച്ച് പേര്, ഹസ്ബൻഡിൻ്റെ അമ്മയുണ്ട് കേട്ടോ പ്രായമായ. അപ്പോൾ അമ്മയും കൊണ്ട് ഞങ്ങൾ വേറെ തന്നെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനത്തെ ലാസ്റ്റിൽ ഞങ്ങളും അങ്ങനെ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പെണ്ണിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ കല്യാണം. കുറേ വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ അമ്പലത്തിൽ വെച്ച് ഒരു ലളിതമായ ഒരു കല്യാണം ഞാൻ കാണുന്നത് കേട്ടോ. എന്തായാലും ഒരുപാട് ഞാൻ ഹാപ്പി ആയിരുന്നു കേട്ടോ ഈ ഒരു കല്യാണം കൂടാൻ പറ്റിയതിൽ. അപ്പോൾ ഇതേ താലികെട്ട് ഒക്കെ അമ്പലത്തിൽ വെച്ച് ചെയ്തിട്ട് പിന്നെ പെണ്ണിൻ്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ് പെണ്ണിൻ്റെ വീട്ടിൽ വെച്ചാണ് കേട്ടോ സദ്യയും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഇതേ ചടങ്ങുകളൊക്കെ ചെറിയ രീതിയിൽ ഞാൻ വീഡിയോസ് ആഡ് ചെയ്യാണ് കേട്ടോ. ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കിട്ടുന്നത് വെച്ചിട്ട് ഞാനിങ്ങനെ ഇതേ ഒരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇത് സിമ്പിളായ രീതിയിൽ നമ്മുടെ താലികെട്ട് മാല, ആദ്യം തുളസി മാല ഇടുക, പിന്നെ പൂമാല ഇട്ട് കൊടുക്കുക, പിന്നെ ഇതേ താലിയും കെട്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേ മോതിരം ഇട്ട് കൊടുക്കലാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ അങ്ങനെ എൻഗേജ്മെൻറ്റിൻ്റെ സമയത്ത് മോതിരം ഇടിക്കലും ചെക്കൻ നാട്ടിലുണ്ടായിരുന്നില്ല. അപ്പം എൻഗേജ്മെൻറ്റിൻ്റെ സമയത്ത് മോതിരം ഇടിക്കലൊന്നും ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ അല്ലെങ്കിലും പണ്ടൊക്കെ കല്യാണത്തിന് തന്നെയാണ് കേട്ടോ മോതിരം മാറുന്നത്. ഇനിയിപ്പോൾ ഇതേ നെറ്റിയിൽ സിന്ദൂരം ചാർത്തി കൊടുക്കുക. ഇത് പിന്നെ എല്ലാവർക്കും അറിയുന്ന ചടങ്ങുകളൊക്കെ എല്ലാവർക്കും അറിയുന്ന രീതിയിൽ തന്നെ ബൊക്കയും കൈമാറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കല്യാണ ചടങ്ങുകൾ. ഇനിയിപ്പോൾ ഇതേ നേരെ പെണ്ണിൻ്റെ വീട്ടിലേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ തന്നെ ഇതേ ഉള്ള അമ്പലം ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അമ്പലത്തിനുള്ള മെയിൻ പ്രതിഷ്ഠയ്ക്കുള്ള വലമ്പൊക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പെണ്ണും ചെക്കനും. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയൊരു സംഭവം ഇതാണ് കേട്ടോ. നല്ല നാടൻ സദ്യ. പണ്ടത്തെ കല്യാണം ഓർമ്മ വന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊരു സെറ്റപ്പിൽ പെണ്ണിൻ്റെ വീടിനോട് ചേർന്നിട്ടുള്ള ഒരു ചെറിയൊരു ഗ്രൗണ്ടിലായിരുന്നു കേട്ടോ സദ്യയൊക്കെ ഉണ്ടായിരുന്നത്. പന്തലൊക്കെ കെട്ടിയിട്ടുള്ള ശരിക്കും പണ്ടത്തെ ആ ഒരു കല്യാണം തന്നെ ഓർമ്മ വന്നു. അതുപോലെ തന്നെ എന്നും ഞാൻ ഹസ്ബൻഡിനോട് പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, നാടൻ സദ്യയൊക്കെ കഴിച്ചിട്ടുള്ളൊരു കല്യാണത്തിന് കൂടാൻ കൊതിയാവുന്നത്. അപ്പോൾ ഒരുപാട് വർഷത്തിന് ശേഷമാണ് കേട്ടോ ഇങ്ങനൊരു നാടൻ സദ്യയൊക്കെ കഴിച്ചുകൊണ്ടുള്ളൊരു കല്യാണത്തിന് കൂടിയത്. ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഞാൻ. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞത് പെണ്ണും ചെക്കനും കൂടെ വീട്ടിലേക്ക് വരികയാണ്. പെണ്ണ് വലത് കാല് വെച്ച് നിലവിളക്കും പിടിച്ച് വലത് കാല് വെച്ച് കയറി വരികയാണ് കേട്ടോ. അപ്പോൾ ഇതേ ഇനിയിപ്പോൾ ഉള്ള ചെറിയ കുറച്ച് ചടങ്ങുകൾ. അപ്പം വലത് കാല് വെച്ച് പെണ്ണ് അകത്തേക്ക് കയറി അതിന് നിലവിളക്ക് പൂജാമുറിയിൽ കൊണ്ടുവെക്കുക. എല്ലാ വീടുകളിലും എനിക്ക് തോന്നുന്നു എല്ലാ നാട്ടിലും ഇങ്ങനെയുള്ള ചടങ്ങുകൾ കല്യാണത്തിൻ്റെതെന്ന് പറഞ്ഞാൽ ഈ ഒരു ചടങ്ങുകൾ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ സെയിം അതുപോലെ തന്നെ കൂടുതൽ വിശേഷങ്ങളൊന്നും പറയാനൊന്നുമില്ല അല്ലേ. വിളക്ക് ഇതേ പൂജാമുറിയിൽ കൊണ്ടുവച്ചു. അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങൾ കണ്ണൂർക്കാർക്കുള്ള ചടങ്ങുകളൊക്കെയാണ് കേട്ടോ ഇത്. ഇനി മറ്റു നാടുകളിൽ എങ്ങനെയാണെന്ന് അറിയില്ല. വിളക്ക് വെച്ചു. പിന്നെ അത് കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് അനുഗ്രഹിക്കുന്ന ചടങ്ങുകളൊക്കെ തലയിൽ അരിയിടുക എന്നാണ് ഞങ്ങളതിനെ പറയുക. തലയിൽ അരിന്നുള്ളിയിടുക എന്നുള്ളൊരു ചടങ്ങ്, അങ്ങനെയാണ് ഞങ്ങളുടെ ഇവിടെ പറയുക കേട്ടോ. അപ്പോൾ ഇതേ ചെക്കൻ്റെ അമ്മയാണ് കേട്ടോ. അമ്മ അച്ഛനൊക്കെയാണ് ആദ്യം ഇടുന്നത്. അപ്പോൾ ആ ഒരു ചടങ്ങ് മെയിനായിട്ടുള്ള ചടങ്ങാണ്. പോകുന്ന സമയത്ത് അത് ഇറങ്ങി പോകുന്ന സമയത്ത് ചെക്കന് മാത്രമായിട്ട് ഇട്ട് കൊടുക്കും. പിന്നെ ഇത് വന്നു കഴിഞ്ഞാൽ പെണ്ണിനും ചെക്കനും കൂടിയിട്ട്. ഇതെനിക്ക് തോന്നുന്നു എല്ലാ നാട്ടിലുമുള്ള ചടങ്ങ് തന്നെയായിരിക്കും തോന്നുന്നു. അപ്പോൾ ഇതേ പാലുകൂടി ഈ ഒരു ചടങ്ങും പഴം പഞ്ചസാരയിൽ മുക്കി ഇതും കൂടെ കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കേട്ടോ ചടങ്ങുകൾ എന്ന് പറയുന്നത്. പിന്നെ വീഡിയോ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നുമില്ല. ഇത്രയും എൻ്റെ കയ്യിലുള്ള വീഡിയോ ക്ലിപ്സ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ചടങ്ങും കൂടി കാണിക്കുന്നതോടുകൂടി ഇന്നത്തെ കല്യാണ വിശേഷം അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.